വലിയ ഇടന്റെ വസ്ത്രവും സ്ഥാനമോതിരവും അണിഞ്ഞ് ആഗോള കത്തോലിക്ക സഭയുടെ ഭരണമേറ്റ് ലിയോ 14 മാർപ്പാപ്പ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിന് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഗസയും യുക്രൈനും മ്യാൻമറും പരാമർശിച്ച് ലോക സമാധാനത്തിന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ 267 മാർപ്പാപ്പയായി ലിയോ 14. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ സഭാ നേതൃത്വത്തിന്റെ സാരഥ്യം ലിയോ 14 ഏറ്റെടുത്തു. കുർബാന മധ്യേ പുതിയ മാർപ്പാപ്പയെ അധികാര ചിഹ്നങ്ങളായ മുക്കുവന്റെ മോതിരവും പാലിയവും അണിയിച്ചു. This liturgical insignia of the Roman pontiff to Pope Leo upon his finger. മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള കർദിനാൾമാരാണ് ഈ ചടങ്ങ് നിർവഹിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ മാർപ്പാപ്പയോട് വിധേയത്വം പ്രഖ്യാപിച്ചു. യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ചവരെ മറക്കാനാകില്ലെന്ന് മാർപ്പാപ്പ. ഗസയും യുക്രൈനും മ്യാൻമറും സൂചിപ്പിച്ച മാർപ്പാപ്പയുടെ യുദ്ധവിരുദ്ധ സന്ദേശം. In this moment, we cannot forget our brothers and sisters who suffer because of war in Gaza, the children, the families, the elderly, and those who have survived have been reduced to famine. കുർബാന മധ്യേയുള്ള പ്രസംഗത്തിലും നന്ദി പ്രസംഗത്തിലും അന്തരിച്ച ഫ്രാൻസിസ് പാപ്പായെ ലിയോ 14 പരാമർശിച്ചു. വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തു. അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് 69-കാരനായ ലിയോ 14. ഈ മാസം 8 നടന്ന കോൺക്ലേവിലാണ് കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തത്. ഇന്റർനാഷണൽ ഡെസ്ക് 24.